രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഇപ്പോൾ ആനയെ അവിടെ എത്തിച്ചു കഴിഞ്ഞ് കൂട്ടിലേക്ക് മാറ്റിയോ, ആനയെ വാഹനത്തിൽ നിന്ന് ഇറക്കി? എങ്ങനെയാണ് ഇപ്പോൾ ആനയുടെ സ്ഥിതി? രാഗിൻ അത് നേരിട്ട് കാണാൻ കഴിഞ്ഞോ? ആനയെ നേരിട്ട്, അതായത് ഈ പറയുന്ന കൂട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് മാധ്യമങ്ങളെ തടഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ കാണുന്നത് അഭയാരണ്യത്തിനുള്ളിലെ കാഴ്ചയാണ്. 8ാമത്തെ ആനയായി ഈ ആനയെ, മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ അഭയാരണ്യം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചികിത്സാ ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘട്ടം ആണ് ഇപ്പോൾ വനം വകുപ്പിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ആനയെ ഇവിടേക്ക് എത്തിച്ചു. ഈ വഴിയിലൂടെയാണ് മസ്തകത്തിൽ പരിക്കേറ്റ അതിരപ്പള്ളിയിലെ കാട്ടുകൊമ്പൻ പോയത്. അതിനുശേഷം അപ്പുറത്ത് പ്രത്യേക കൂട് ഒരുക്കിയിട്ടുണ്ട്. ആ കൂട്ടിൽ ആനയെ കയറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവിടെ പ്രത്യേകിച്ചും ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തണം. നമ്മളിപ്പോൾ കാണുന്നത് ഈ ബോർഡ് ഇവിടെയുള്ള മറ്റ് ആനകളാണ്. അത് ഓരോ ആനകളും അവരുടേതായിട്ടുള്ള കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പീലാണ്ടി ചന്ദ്രു, വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ആനയാണ്. മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തി വന്നിരുന്ന എന്നെ 30/5/2017 വനം വകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലടക്കിയായിരുന്നു. ചന്ദ്രു എന്ന വിളിപ്പേര് എനിക്കിഷ്ടമാണ്. ഇഷ്ടഭക്ഷണം പറയുന്നു. അതോടൊപ്പം തന്നെ ക്യാമ്പിലെ കൂട്ടുകാരെ പോലെയാകാൻ താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ചന്ദ്രുവിൻ്റെ കഥ പറയുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ഇവിടെ അഞ്ജന എന്ന് പറയുന്ന ആന അവിടെ കിണറ്റിൽ വീണതാണ്, കോട്ടപ്പാറ വനത്തോട് ചേർന്ന്. അവിടെ ദേഹമാസകല മുറിവുമായി ആനയെ ഇവിടെ എത്തിച്ച് പരിചരിച്ച് ഇപ്പോൾ ശാന്ത സ്വഭാവക്കാരിയായി ഈ കോടനാട് ഉണ്ട്. അങ്ങനെ ഓരോ ആനകൾക്കും അവരുടേതായിട്ടുള്ള കഥകൾ പറയാനുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ പറയുന്ന ഒരു ആനയായി ഈ അതിരപ്പള്ളിയിലെ കാട്ടുകൊമ്പൻ മാറുമെന്ന് തീർച്ചയാണ്. നമ്മൾ കണ്ടതാണ് ആ കാഴ്ചകളൊക്കെ തന്നെ. ഇന്ന് ഒരു താങ്ങായി ഏഴാറ്റുമുഖം ഗണപതി വന്ന കാഴ്ചയൊക്കെ തന്നെ ഇതാ ഓരോ ആനകളും ഇവിടെ നിലനിൽക്കുകയാണ്. തൊട്ടപ്പുറത്താണ് ഈ പറയുന്ന കൂട് സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ കാട്ടാനയെ അവിടേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ചികിത്സ നൽകും. തുടർന്നായിരിക്കും മാധ്യമങ്ങൾക്ക് അങ്ങോട്ടുള്ള പ്രവേശനം സാധ്യമാവുക. എന്തായാലും ഈ കോടയാട് അഭയാരണ്യത്തിലേക്ക് ആനയെ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് ആനകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. 8ാമത്തെ ആനയായി ഇതിനെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഈ കൂട് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സജ്ജീകരിച്ചത്. കാരണം പ്രത്യേകിച്ചും വയനാട് RRT സംഘമടക്കം എത്തി ഒരുപാട് നേരത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് ഈ കൂട് നിർണായകമായി തന്നെ പൂർത്തീകരിച്ചത്. അങ്ങനെ ആ കൂട്ടിലേക്ക് ആനയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള മറ്റ് ആനകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ആനകൾക്കും അവരുടേതായിട്ടുള്ള കഥകൾ പറയാനുണ്ട്. പലയിടത്തും അക്രമാസക്തരായിരുന്ന ആനകളാണ്. അതിനുശേഷം ചില ആനകളാണെങ്കിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സ ആവശ്യമുള്ള ആനകളായിരുന്നു. അവിടെയൊക്കെ തന്നെ ഇവിടെ എത്തിച്ച് ചട്ടം പഠിപ്പിച്ച് ചികിത്സ നൽകി എല്ലാം പൂർണ്ണ ആരോഗ്യവാനായി അത്തരത്തിൽ മുന്നേറുന്ന ആനകളാണ് ഇവിടെയുള്ളത്. ആന പോലെ ഈ അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയും മാറട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കാരണം വ്യത്യസ്ത അനുഭവങ്ങളും കാഴ്ചകളുമാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണുമ്പോൾ. കാരണം 8ാമത്തെ ആനയായിട്ട് അവിടെ മാറുകയാണ്. 7 ആനകളും ഓരോ സാഹചര്യങ്ങളിൽ നിന്നും വന്നിവിടെ കോടനാട് അഭയകേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആനയ്ക്കും നാളെ ഒരു പേര് വീഴും. അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ എഴുതി വെച്ച ഒരു ബോർഡ് പുതുതായി അവിടെ ഉയരും. അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാഴ്ചകളുമാണ് ഇന്നത്തെ ദൗത്യത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. രാവിലെ